മിസ്റ്ററി ഓഫ് ടൈം, സമയത്തിൻ്റെ മർമ്മത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച് അതിൻ്റെ തുടർമാനമായിട്ട് നമ്മളിപ്പോഴും സംസാരിക്കുമ്പോഴേ ശ്രദ്ധയോടെ കേൾക്കണമേ എന്ന് വീണ്ടും ഞാൻ അപേക്ഷിക്കുകയാണ്. ആദ്യത്തെ എപ്പിസോഡ് കാണാതെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. അത് മാത്രമല്ല, ഇത് ഡീപ്പ് സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. ഇതിനകത്ത് വലിയ മർമ്മങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്ന കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചത് ടൈം ക്യാൻ ബി ഹൈജാക്ട്. നമ്മുടെ സമയത്തെ നമുക്ക് ശത്രുവിന് തട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ടൈം ക്യാൻ ബി സ്ട്രെച്ച്ഡ്, അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ടൈം ക്യാൻ ബി മാനിപ്പുലേറ്റഡ്, അത് കൃത്രിമം കാട്ടാനായിട്ട് അതിനകത്ത് പറ്റും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചു. ദൈവത്തിൻ്റെ ദാസനായ യോശുവയ്ക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും എന്നുള്ളതാണ് അതിന് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കും ഈ പദ്ധതിയിൽ ഈ ടൈം റിഡീം ചെയ്യാം. അത് പൗലോസ് എഫെസ്യർക്ക് 5-ാം അധ്യായത്തിൽ ടൈമിനെ റിഡീം ചെയ്യാനായിട്ട്, റിസ്റ്റോർ ചെയ്യാനായിട്ട് പറയുന്നതായിട്ട് നമ്മൾ കാണും. ഇനിയും നമ്മൾ പഴയ ഒരു ഐഡിയയിലേക്ക് നമ്മൾ പലപ്പോഴും ബൈബിള് പലരും കോട്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സഭാപ്രസംഗിയിൽ 3-ാം അധ്യായത്തിൽ ടൈമിനെക്കുറിച്ച് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ടൈമിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ് സഭാപ്രസംഗി 3-ൽ പറയുന്നത്. അതിനകത്ത് ഇങ്ങനെയാണ് അത് വായിക്കുമ്പം തന്നെ എഴുതിയിരിക്കുന്നത്: എല്ലാറ്റിനും ഒരു സമയമുണ്ട്, ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. ഇത് മനുഷ്യൻ്റെ കാലമാണ് ഈ ആകാശത്തിൻ്റെ കീഴിലുള്ളതെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിപ്പാനൊരു കാലം, കൊല്ലുവാനൊരു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇത് ദൈവത്തിൻ്റെ പദ്ധതി അല്ലായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായിട്ടാണ്. ഹലോ, ശ്രദ്ധിക്കുക. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണമില്ലാത്തവനായിട്ടാണ്. മനുഷ്യനെ മരിക്കാനല്ല ദൈവം സൃഷ്ടിച്ചത്. ഹീ ബിക്കെയിം മോർട്ടൽ ബിക്കോസ് ഓഫ് സിൻ കാസ്ഡ് ബൈ സൈറ്റൻ. അവന് മരണം വരാനുള്ള കാര്യം, അവൻ പാപം ചെയ്തു, അതിൻ്റെ കാരണം പിശാചായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ മരിക്കാനല്ല ദൈവം സൃഷ്ടിച്ചത്. അതിനാൽ മനുഷ്യനെ ജനിക്കാനൊരു കാലം ദൈവം വെച്ചു, മരിക്കാനൊരു കാലം ഇല്ലായിരുന്നു. ആദാം മരണമില്ലാത്തവനായിരുന്നു. ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാം മരണമില്ലാത്തവനായിരുന്നു. ദൈവം പറഞ്ഞു, നീ ഫലം തിന്നാൽ മരിക്കും, അല്ലേ? അങ്ങനെ പറഞ്ഞേ, ഈ ഫലം തിന്നാൽ മരിക്കും. തിന്നാതിരുന്നെങ്കിലോ അവൻ മരിക്കില്ലായിരുന്നു. ദ വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപമില്ലെങ്കിൽ മരണം അവിടെ ഇല്ല. മരണം, ഇഫ് സിൻ ഈസ് നോട്ട് ദെയർ, ഡെത്ത് വാസ് നോട്ട് ഗോയിങ് ടു എക്സിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യന് മരിക്കാനൊരു ഡേറ്റ് കൊടുക്കത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെന്നായിരിക്കും. ഞാൻ ദൈവവചനം വേണ്ടാത്ത രീതിയിൽ കോട്ട് ചെയ്യുകയല്ല പറഞ്ഞ്, അങ്ങനെയാണ്. എന്നാൽ പിശാചിനെ ഈ ടൈം റലത്തിലേക്ക് ഇട്ട് കളഞ്ഞതിനാൽ, ശ്രദ്ധിക്കുക, പിശാചിനെ ഈ ടൈം റിലത്തിലേക്ക് ഇട്ട് കളഞ്ഞ, അവൻ ടൈം റിലത്തിലല്ലായിരുന്നു. അവൻ എവിടെയായിരുന്നു നിന്ന്? എവർലാസ്റ്റിങ്ങിലായിരുന്നു, ദൂതന്മാരുടെ റിലത്തിലായിരുന്നു. അവൻ ഇട്ട് കളഞ്ഞതിനാൽ അവൻ ഇത് കുട്ടിച്ചോറാക്കി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നാശമാക്കി മാറ്റി. ദൈവം നല്ലതിനായി ഒരുക്കിയപ്പോൾ ഈ റിലത്തിൽ പിശാച് വന്നത് നഷ്ടമാക്കി കളഞ്ഞു. അതിനാലാണ് പൗലോസ് പറയുന്നത്, സമയം തക്കത്തിൽ ഉപയോഗിപ്പിൻ, റിഡീം യുവർ ടൈം എന്ന് പറയുന്നു. ഇനി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഉൽപ്പത്തി 1:1. എന്നാൽ അതിനോട് ചേർന്ന് എഴുതിയിരിക്കുകയാണ്, അത് പാഴായി ശൂന്യമായിരുന്നു. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് പാഴാവുന്നത്? എല്ലാം നല്ലതായി മാത്രമേ ദൈവം ഉണ്ടാക്കിയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഭൂമി പാഴാവുന്നത്? ദൈവത്തിന് ഒരു കാര്യവും പെർഫെക്റ്റ് അല്ലാതെ ഉണ്ടാക്കുവാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. പെർഫെക്റ്റ് ഹെവൻ, പെർഫെക്റ്റ് എർത്ത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ക്രീച്ചേഴ്സ്, ചില ജീവികൾ, ക്രീച്ചേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്ന അരൂപികളായിട്ടുള്ള ചില ആളുകൾ, ക്രീച്ചേഴ്സ് ഭൂമിയെ ഇംപെർഫെക്റ്റ് ആക്കി എന്ന് ചിന്തിക്കണം. സംബഡി വാസ് ത്രോൺ ഡൗൺ, ചിലരെ തള്ളി താഴെ ഇട്ടു. എന്തിനാണ്? ഭൂമി ഇംപെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് ഉള്ളവരെ കുറിച്ച് അയ്യോ കഷ്ടം ആണ്, ഇംപെർഫെക്റ്റ് ആണ്. റിജോയ്സ് ദോസ് ഹു ആർ ഇൻ ഹെവൻ,
നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവാൻ. നിങ്ങൾ സ്വർഗത്തിലാവുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം വരുന്നത്. നിങ്ങൾ ജനിച്ച ദിവസം ദൈവം എല്ലാം നിങ്ങൾക്ക് പെർഫെക്റ്റാക്കി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജോലി, വിവാഹം, നേരത്തെ പറഞ്ഞാണ് കുഞ്ഞുങ്ങൾ, ഒന്നും മിസ്സിങ് അല്ല, ഒന്നും അഴുക്കല്ല, നത്തിങ് ബ്രോക്കൺ. എന്നാൽ ശത്രു നിങ്ങളുടെ സമയത്തിൻ്റെ പിന്നാലെ വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിലെ കാലത്തിൻ്റെ തിവയെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തു വന്നതായിട്ട് നമുക്കറിയാം. പിശാച് ഈ ടൈം ഡയമെൻഷനെ മെസ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് പിശാച് ഈ ടൈം ഡയമെൻഷനെ മെസ് ചെയ്തുകൊണ്ട് പൗലോസ് പറയാണ്, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ തക്കത്തിൽ റിഡീം യുവർ ടൈം. അതുകൊണ്ട് നിങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ലോകത്തിൽ നടക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആത്മാവിൽ അത് റിലീസ് ചെയ്യാം. എന്നാൽ ശത്രു അത് തടയാം. ഹി ക്രിയേറ്റ് ആൻ ഈവിൾ ഡേ. നല്ല ന്യൂസ് കിട്ടേണ്ടടുത്ത് നിങ്ങൾക്ക് ബാഡ് ന്യൂസ് കിട്ടാനായിട്ട് അവൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ആർ ദ ഡേയ്സ് ആർ ഈവിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളല്ല ദുഃഖത്തിൻ്റെ ദിവസം ഉണ്ടാക്കുന്നത്. ദൈവം പറയുന്ന ഈ സമയം നീ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ശത്രു ഒരു ദുഷിച്ച ദിവസം ഉണ്ടാക്കുന്നു. സഭാപ്രസംഗിയിലെ കരയാനും ചിരിക്കാനും അല്ലെങ്കിൽ ജനിപ്പാനും മരിപ്പാനും എന്ന് പറയുമ്പോൾ അതൊരു ജനറൽ പ്രിൻസിപ്പിളായിട്ട് ടൈമിൽ വരുന്നൊരു കാര്യമാണ്. ഈ ടൈം റളത്തിൽ വരുന്നൊരു കാര്യമാണ്. അത് ദൈവം ഉണ്ടാക്കിയതല്ലത്. ഈ സമയം നീ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ശത്രു പറയുന്നു ഈ സമയം നീ ദുഃഖിക്കുക. ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ദിനത്തെ അല്ല നിങ്ങൾ ജയിക്കേണ്ടത്, യു റിഡീം യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ റിഡീം ചെയ്യുക. ഭൗതികമായിട്ടൊക്കെ നമ്മൾ വളരുന്നുണ്ട്, എന്നാൽ ആത്മീയമായിട്ട് നമുക്കൊരു വളർച്ചയില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഒന്നും ശരിയാകുന്നില്ല. റീക്ലെയിം യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ തിരിച്ചു പിടിക്കുക. ഒരു നോർമൽ പ്രോസസ്സിൽ അതനുസരിച്ച് ബയോളജിക്കലായിട്ട് വളർന്നു പോകും. അതിനകത്തൊന്നും നമുക്ക് പറയാനായിട്ടില്ല. ഒരു കുഞ്ഞ് വളരുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നു പെട്ടെന്ന് വളരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ഒരു മാഡാണ് അല്ലെങ്കിൽ ക്രേസി ആണ് എന്ന് പറയും. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ആ കുഞ്ഞ് വളരും, അതിൻ്റെ പല്ലുകൾ കീർക്കുവാൻ, നടക്കാൻ തുടങ്ങും. അതിനുവേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾക്കൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മുന്നേറ്റം ഉണ്ടാകാൻ, നിങ്ങളുടെ സമയത്തിലേക്ക് കയറുവാനായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ ഭാവി സഹായിക്കുന്നതിന് വേണ്ടി, ഭാവിയുടെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, നിങ്ങളുടെ മഹത്വത്തിലേക്ക് പെട്ടെന്ന് വരാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടവരുത്തട്ടെ. ദ ഡെവിൾ ഈസ് എ ലയർ. ആനയെ പോലെ പണി ചെയ്യുന്നു, ഉറുമ്പിനെ പോലെ തിന്നുന്നു. ഞാൻ അധ്വാനിക്കുന്നു, ഫലം അനുഭവിക്കുന്നില്ല. യെസ് സാർ, അധ്വാനിച്ചാൽ നിങ്ങൾ ഫലം അനുഭവിക്കണം. റിഡീം യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ വീണ്ടെടുക്കുക. ഞാനൊരു ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് നീണ്ടുപോകുന്നു, എക്സിക്യൂഷൻ നടക്കുന്നില്ല. യെസ് സാർ, റിഡീം യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ വീണ്ടെടുക്കുക. ഐ എൻ്റർ ഇൻ ടു ഡീൽ. ഒരു കോൺട്രാക്റ്റിൽ ഞാൻ ഏർപ്പെടുന്നു, എന്നാൽ ആ കോൺട്രാക്റ്റ് സൈൻ ഇടാനായിട്ട് പറ്റുന്നില്ല. യെസ് സാർ, റിഡീം യുവർ ടൈം. നിങ്ങളുടെ സമയത്തെ വീണ്ടെടുക്കുക. അവിടെ പൗലോസ് പറയുന്നു, ദൈവം നമുക്ക് തന്ന നമ്മുടെ സമയത്തെ തിരിച്ചു പിടിക്കാൻ നമ്മൾക്ക് കഴിയണം. സഭാപ്രസംഗി 9:11 പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, ഇങ്ങനെ എഴുതിയേക്കുന്നത്, പിന്നെയും ഞാൻ സൂര്യന് കീഴെ കണ്ടത്, വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകർക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. അവർക്കൊക്കെ കാലവും ഗതിയും അത്രയും ലഭിക്കുന്നു. ആ കാലവും ഗതിയും അത്രയും ലഭിക്കുന്നതെന്ന് ഇംഗ്ലീഷിലെ ബട്ട് ടൈം ആൻഡ് ചാൻസസ് ഹാപ്പൻ ടു ദം ഓൾ. വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. അവർക്ക് ഒക്കെ കാലവും ഗതിയും അത്രേ ലഭിക്കുന്നത്. യെസ്, ദ റലം ഓഫ് ടൈം. അവർ പറയുന്നു, സൂര്യന് കീഴെ ആത്മാവിൽ നിന്ന് മനസ്സിലായത് പറയുകയാണ്. വാട്ട് ഈസ് അണ്ടർ സൺ? അവർ എത്ര ഓടിയിട്ടും ഓട്ടത്തിൽ ജയിക്കുന്നില്ല.
എത്ര യുദ്ധം ചെയ്തിട്ടും ജയിക്കുന്നില്ല. കാരണം അവൻ്റെ സമയം കഴിഞ്ഞു. അവൻ്റെ സമയം കഴിഞ്ഞു. വേറെ ആരുടെ സമയത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുക. ഹീസ് റിട്ടയർഡ്. എന്നാൽ പക്ഷെ അവൻ ഇപ്പോഴും ഓടുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. യുദ്ധം ചെയ്യുകയാണ്. എന്നാൽ നിങ്ങളുടെ സമയം കഴിഞ്ഞു. വേറൊരാളുടെ സമയത്തിലാണ് ഇപ്പോഴും നിങ്ങൾ യുദ്ധം ചെയ്യുന്നത്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ മിസ്റ്ററി ഓഫ് ടൈം. വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ തന്നെ പെട്ടെന്ന് അനുഗ്രഹങ്ങൾ വന്നാലും അത് കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല. പ്രിമച്വർ മാനിഫെസ്റ്റേഷൻസ് ആൾസോ ഡേഞ്ചറസ്. ചില കാര്യങ്ങൾ സക്സസ് നിങ്ങൾ റെഡിയായിട്ട് സക്സസ് വരികയുള്ളൂ. ജ്ഞാനികൾക്ക് ആഹാരവും വിവേകികൾക്ക് സമ്പത്തും സാമർഥ്യമുള്ളവർക്ക് പ്രീതിയും ലഭിക്കുന്നില്ല. വൈ? എന്തുകൊണ്ടാണ്? ദ ടൈം ആൻഡ് ചാൻസ് ഓവർടേക്ക് ദം ഓൾ. കാലവും ഗതിയും ഇതൊക്കെയും ഓവർടേക്ക് ചെയ്യുന്നു. ടൈം എന്ന് പറയുന്നത് ഒരു ആപേക്ഷിക സിദ്ധാന്തമാണ്, റിലേറ്റീവ് കൺസെപ്റ്റ്. സമയം എപ്പോഴും സ്പീഡുമായി, വേഗതയുമായി ബന്ധപ്പെട്ടിരിക്കും. സമയം നിങ്ങൾ ഏതെങ്കിലുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാകുന്നത്, അല്ലേ? സമയം നിങ്ങൾ ഏതെങ്കിലുമായി ബന്ധപ്പെട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ തന്നെ എന്തുകൊണ്ട് കല്യാണമില്ല, എന്തുകൊണ്ട് ദാരിദ്ര്യത്തിൽ, എന്തുകൊണ്ട് രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്, അല്ലേ? ടൈം ഈസ് ഫൈറ്റിംഗ് ഫോർ യു ഇൻ ദിസ് ഏരിയ. ടൈം അഗൻസ്റ്റ് പ്രോസ്പെരിറ്റി, ടൈം അഗൻസ്റ്റ് ഹീലിംഗ്. ദർ ഈസ് നോ മിറക്കിൾ ഇൻ ടൈം. ഈ മിറക്കിളും അത്ഭുതങ്ങൾ എന്നൊക്കെ പറയുന്നത് നേരത്തെ നടക്കേണ്ട കാര്യങ്ങൾ ഇപ്പം നടക്കുന്നതുകൊണ്ടാണ് അത്ഭുതങ്ങളെന്ന് പറയുന്നത്. സാധാരണ നോർമൽസിയിൽ അത് നടന്നിരുന്നെങ്കിൽ അത് അത്ഭുതമായി തീരത്തില്ല. അതുകൊണ്ട് അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിഡ്യൂസ് ഓഫ് ടൈം വേസ്റ്റഡ്. സാധാരണയുള്ള ടൈമിൽ ദർ ഇസ് നോ മിറക്കിൾ. സാധാരണ നമുക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ആ ടൈമിൽ വന്നാൽ മിറക്കിളില്ല. എന്നാൽ കുറേ കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെട്ട് ഒരു 2, 3, 4 വർഷം കഴിഞ്ഞ് അത് പൊട്ടിപ്പുറപ്പെട്ട് വരുമ്പോഴാണ് മിറക്കിളാവുന്നത്. സാറായുടെ ജീവിതത്തിൽ സാറായിക്ക് മെനോപാസ് വന്നു. സമയചക്രത്തിൽ നിന്ന് ഇനിയും കുട്ടികൾ ഉണ്ടാകുന്ന പ്രയാസമാണ്. അതിൻ്റെ സമയം കഴിഞ്ഞു. അതിനാൽ അവിടെ ഒരു അത്ഭുതം വരണം. അതേസമയം 30 വർഷം മുമ്പേ സാറായിക്ക് കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അത് അത്ഭുതമാകത്തില്ലായിരുന്നു, അല്ലേ? ബെത്സയിദ കുളക്കയിൽ കിടക്കുന്ന മനുഷ്യന് നേരത്തെ തന്നെ ഹീലായിരുന്നെങ്കിൽ അത് അത്ഭുതമാകത്തില്ലായിരുന്നു. കാരണം സമയം കഴിഞ്ഞു പോയി. ഇപ്പോഴിനി അത് ഒരു മിറക്കിള് പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം കല്യാണം നടക്കാത്തതോ പണമില്ലാത്തതോ അല്ല, പിന്നെ സമയമാണ്. അതിനാൽ നമ്മൾ ടൈം നേരത്തെ പഠിച്ചപ്പോൾ 2 രീതിയിലുള്ള ടൈമിനെ കുറിച്ച് പറഞ്ഞു. ക്രോണോസ് ഫോർ മാൻ ആൻഡ് കൈറോസ് ഫോർ ഗോഡ് ടൈം. കൈറോസ് ഈസ് ദ അപ്പോയിൻറ്റഡ് ടൈം. ഇതെല്ലാം നമ്മൾ പഠിച്ചാണ്. ഇൻ ദ ടൈം വി ഡോണ്ട് ഹാവ് മിറക്കിൾസ്, അത് നമ്മൾ പഠിച്ചു. അപ്പോയിൻറ്റഡ് ടൈം എവറിത്തിങ് ഹാപ്പൻസ്. സങ്കീർത്തനം 102:13 അവളോട് കൃപ കാണിപ്പാനുള്ള കാലം. ദ ടൈം ടു ഫേവർ ദ ടൈം ടു ഫേവർ ഹെർ ദ സെറ്റ് ടൈം ഇസ് കം. അവളോട് കൃപ കാണിപ്പാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് ഒരു സമയം തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് പ്രവേശിക്കുക. ദാറ്റ് ഈസ് ദ അപ്പോയിൻറ്റഡ് ടൈം. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഫേവർ ഉണ്ടാകും, നിങ്ങൾക്ക് കരുണ വരും, കൃപ വരും. നിങ്ങൾ നേരത്തെ പല കാര്യങ്ങളും ചെയ്തു, എന്നാൽ അത് ആരും ശ്രദ്ധിച്ചില്ല. കാരണം അത് നിങ്ങളുടെ സമയമല്ലായിരുന്നു. നിങ്ങൾ എത്ര അക്ഷമരായിരുന്നാലും ഒരാൾ ഗർഭം ധരിച്ചാൽ 9 മാസം കഴിഞ്ഞേ പ്രസവിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭാര്യ ജനുവരിയിൽ ഗർഭം ധരിച്ച് ഫെബ്രുവരിയിൽ പ്രസവിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോയിൻറ്റഡ് ടൈമിൽ തന്നെ കുഞ്ഞ് പുറത്തു വരും. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അവൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിലും വിശ്വസിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിൽ നമുക്ക് എല്ലാം വന്നു ചേരുന്ന ഒന്നാണ്. നമ്മളതെപ്പോഴും ഓർത്തോണം. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടൈമിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് റിഡീം ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ നമ്മുടെ സമയത്തെ ദൈവം റിസ്റ്റോർ ചെയ്ത് തരും. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഈ മിറക്കിളും റിസ്റ്റോറേഷനും എല്ലാ സീസണിലും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരുപാട് ഡിലേ ചെയ്ത് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല.
പിശാച് ഇത് നമ്മുടെ ടൈം കൊണ്ടുപോകുന്നെന്ന് മനസ്സിലാക്കുമ്പോഴേ ദൈവം അത് തിരിച്ചു തരാനായിട്ട് ദൈവത്തോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, നമ്മളോട് ഡിക്ലെയർ ചെയ്ത് നമ്മൾ റിനൗൺസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യോവേൽ 2:25 ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്തുവാടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഇടയിൽ തിന്നുകളഞ്ഞ വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ ആ ക്രോപ്പിനെ തരുമെന്നല്ല പറഞ്ഞത്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതെല്ലാം തിന്ന് നിങ്ങളുടെ ക്രോപ്പെല്ലാം നഷ്ടമാക്കി കളഞ്ഞു. എന്നാൽ സംവത്സരങ്ങളെ തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വിൽ റിസ്റ്റോർ യു ദ ഇയേഴ്സ്. സംവത്സരങ്ങളെ തിരിച്ചു തരും. അത് ഏത് രീതിയിലാണ്? അവിടെ ആ സംവത്സരങ്ങളെല്ലാം മിറക്കിളായിരിക്കും. ഇതുവരെയും കഴിഞ്ഞു പോയതിൻ്റെയൊക്കെ 10 ഇരട്ടി ആയിരിക്കും വരുന്നത്, നമുക്കറിയത്തില്ല. സോ നമുക്ക് ഈ ടൈം നമ്മുടെ പിശാച് മാനിപ്പുലേറ്റ് ചെയ്ത് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയ സമയം, നമ്മൾ വേറൊരാൾ ഡെസ്റ്റിനിയിൽ കയറി പ്രവർത്തിക്കാൻ വയ്യാതിരിക്കുന്ന സമയം, നമ്മുടെ ഡെസ്റ്റിനി പോലും നമ്മൾ ദൈവസേനയിൽ ഇരിക്കാത്തതുകൊണ്ട് അത് വേറൊരാൾ ഇതിലായിപ്പോയത് പോലും ദൈവം തിരിച്ചു കൊണ്ടുതരാനായിട്ട് കഴിവുള്ള ദൈവമാണ്. സോ ഐ ഡിക്ലെയർ എ റിസ്റ്റോറേഷൻ ഓഫ് ടൈം. ഇത് നിങ്ങളുടെ ഒരു സമയത്തിൻ്റെ ഒരു വീണ്ടെടുപ്പാണ്. ഇത് നിങ്ങൾക്ക് കരുണ കാണാനായിട്ടുള്ള ശുശ്രൂഷയുടെ ഒരു പ്രതിഫലനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫേവർ കാണാനായിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. സോ ഐ വാണ്ട് ടു റിലീസ് എ വേർഡ്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിലെ ശത്രുവിൻ്റെ എല്ലാ പ്ലാനുകളെയും പദ്ധതികളെയും ഇന്ന് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ എക്സ്പെക്റ്റേഷൻ, എനിമിയുടെ നിങ്ങളുടെ ജീവിതങ്ങളിലുള്ള എല്ലാ പ്രതീക്ഷകളും അവൻ ഇട്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തെ അപ്സൈഡ് ഡൗൺ ആയിട്ട് ടേൺ ചെയ്യാനായിട്ട് അവൻ ഇട്ടിരിക്കുന്ന എല്ലാ സൂത്രങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ എല്ലാ ഇൻഫ്ലുവൻസ്, വിക്കറ്റ് മാൻ, ദുഷ്ടന്മാരുടെ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ, ദുഷ്ട എനിമിയുടെ എല്ലാ പ്ലാനുകളെയും ഇന്ന് ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. സ്തോത്രം, സ്തോത്രം. ഐ റിഡീം ടൈം ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്തെ വീണ്ടെടുക്കുകയാണ്. യെസ്, നിങ്ങൾ പറയൂ, എന്നോട് ചേർന്ന് പറയുമോ? എൻ്റെ ഡെസ്റ്റിനി ഒരിക്കലും എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയില്ല. മൈ ഡെസ്റ്റിനി ഷാൽ നോട്ട് മിസ് മീ. അത് എന്നെ തന്നെ കണ്ടുപിടിച്ച് അത് വേറെ ആർക്കും പോവുകയില്ല. അത് എൻ്റെ തന്നെ വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. സോ സ്പീക്ക് അബൌട്ട് യുവർ ഡെസ്റ്റിനി. ഞാൻ എൻ്റെ ഭാവി വിശ്വാസത്തിലെത്തിച്ചേരും. എൻ്റെ ടൈമിനെ ആർക്കും ഹൈജാക്ക് ചെയ്തുകൊണ്ടോ സ്ട്രെച്ച് ചെയ്തുകൊണ്ടോ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടോ പോകാൻ സാധ്യമല്ല. മൈ ടൈം ഹാസ് കം. ദിസ് ഈസ് മൈ അപ്പോയിൻറ്റഡ് ടൈം. ദിസ് ഈസ് മൈ സീസൺ. ഇതെൻ്റെ കാലമാണ്. ദൈവത്തിൻ്റെ കൈറോസ് ടൈമാണ്. ഇതെൻ്റെ സീസണാണെന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമോ? ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലെ പിശാച് പലപ്പോഴും നമ്മുടെ സമയങ്ങളെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. പിശാച് ഹൈജാക്ക് ചെയ്തുകൊണ്ട് സമയങ്ങളെ നമുക്ക് റിസ്റ്റോർ ചെയ്യണം. നമുക്ക് റിസ്റ്റോർ ചെയ്യണം. ഈ റിസ്റ്റോറേഷനെ കുറിച്ച് ഇനിയും ഞാൻ അടുത്ത 2 എപ്പിസോഡിൽ പറയാം. പിശാച് എങ്ങനെയാണ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയെന്നുള്ള 2 എപ്പിസോഡ് ഞാൻ പറഞ്ഞു. യെസ്, നമുക്കിത് റിസ്റ്റോർ ചെയ്യണം. ഈ റിസ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളിത് റിസ്റ്റോർ ചെയ്യുന്നത് ഈ രഹസ്യം, ഈ നിഗൂഢത, ഈ പുനഃസ്ഥാപിക്കൽ. റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുനഃസ്ഥാപിക്കൽ. എങ്ങനെ ഇതിനെ പുനഃസ്ഥാപിക്കാം എന്ന് നമ്മൾ ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങൾ ടൈമിൻ്റെ മിസ്റ്ററിയെക്കുറിച്ചായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിച്ചത്. യെസ്, എൻ്റെ സമയം എനിമി വന്ന് പലപ്പോഴും ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി. അത് നീട്ടിക്കൊണ്ടുപോയി. അത് കർത്താവെ ക്രമീകരിക്കപ്പെടാതെ അത് കർത്താവെ കൃത്രിമം കാട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സമയത്തെ ഞാൻ വീണ്ടെടുക്കുന്നു. ഇതെൻ്റെ അപ്പോയിൻറ്റഡ് ടൈമാണ്. എൻ്റെ സീസണാണ്. എൻ്റെ സീസൺ ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നു. എന്നോട് ചേർന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ ഇതുവരെയും വന്ന തടസ്സങ്ങളെല്ലാം ദൈവം ഒന്ന് മാറ്റി എൻ്റെ സമയം ഇപ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് മൈ സീസൺ. എൻ്റെ കാലം ഇപ്പോഴേ ഇതാ തുറന്നിരിക്കുന്നു. കർത്താവ് അത് തുറന്നു. ഇനി ആർക്കും അത് അടയ്ക്കാൻ പറ്റുകയില്ല. കർത്താവ് തുറന്നിരിക്കുകയാണ്. എൻ്റെ കാലം ഇപ്പോൾ ഇതാ തുറന്നിരിക്കുകയാണ്.
എന്തൊക്കെ പച്ചപ്പില്ല് എന്തൊക്കെ തിന്നുകളഞ്ഞ് എല്ലാ കാലങ്ങളെയും, ഹല്ലേലൂയ, വെട്ടുക്കിളിയും വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും ഒക്കെ തിന്നുകളഞ്ഞ ആ സംവത്സരങ്ങളെ, ഹല്ലേലൂയ, കർത്താവെ നീ അത് റിഡീം ചെയ്ത്, കർത്താവെ റിസ്റ്റോർ ചെയ്തൊരു ദൈവമായുണ്ട്. സ്തോത്രം, സ്തോത്രം. യെസ്, വലിയൊരു മിറക്കിള പോലെ, വലിയൊരു അത്ഭുതം പോലെ കർത്താവെ അതിപ്പോഴും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, കല്യാണം നീണ്ടുപോയിരിക്കുന്നു, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുന്നില്ല, അനേകം നാളായി ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ജോലി നടക്കുന്നില്ല, ബിസിനസ്സിനകത്തൊരു അഭിവൃദ്ധി വേണമെന്ന് പറഞ്ഞ് അനേകം നാളായി കാത്തിരിക്കുന്നു, വരുമാനം വരുന്നില്ല, കടയിൽ ആൾക്കാർ കയറാത്തതുകൊണ്ട് കട പൂട്ടണമെന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾ, അതുപോലെ പ്രയാസങ്ങൾ പലതും വന്നു കയറാണ്, രോഗങ്ങൾ വന്നു കയറിയിട്ട് കിട്ടുന്ന പണം മുഴുവൻ രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ചിലവാക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളുടെ പഠനം എത്ര നോക്കിയിട്ടും അത് ഉന്നമനം വരാതെ ഇരിക്കുന്ന, എല്ലാ സപ്ലികളും വന്നിരിക്കുന്ന വീടുകൾ, ഹല്ലേലൂയ, അതുപോലെ കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ പാസ്സായിട്ട് അവർക്കൊരു ജോലി കിട്ടാതെ വിഷമിച്ച് ദുഃഖിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ. യെസ്, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, ഐ റിഡീം ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ ആ കാലങ്ങളെ വീണ്ടെടുക്കുന്നു, എൻ്റെ സമയം ആരംഭിച്ചു, ദിസ് ഈസ് മൈ സീസൺ. നിങ്ങൾ നാവ് കൊണ്ടൊന്ന് പറയൂ, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സീസൺ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഐ റിസീവ് ഇറ്റ് ബൈ ഫെയ്ത്ത്. വിശ്വാസം ഞാൻ സ്വീകരിക്കുന്നു. നോ എനിമി ക്യാൻ ഹൈജാക്ക് ഓർ സ്ട്രെച്ച് ഓർ മാനിപ്പുലേറ്റ് മൈ ടൈം. എൻ്റെ ഡെസ്റ്റിനിയിലേക്ക് ദൈവം തന്നിരിക്കുന്ന കൃപകൾ, ദൈവം തന്നിരിക്കുന്ന ഫേവേഴ്സ്, ദൈവം തന്നിരിക്കുന്ന കരുണകൾ, യെസ്, ഐ റിഡീം ഇറ്റ് ഇൻ മൈ നെയിം. എൻ്റെ പേരിലേക്ക് ഞാൻ ആക്കുകയാണ്. നിങ്ങൾ കരമടയ്ക്കുമ്പോഴേ പേരിൽ കൂട്ടി കരമടയ്ക്കുന്നുമല്ല, ഞാൻ എന്നെ അവകാശിയാണ്. യെസ്, ഡിക്ലെയർ ദാറ്റ് യു ആർ ദ വിന്നർ, യു ആർ ദ പേഴ്സൺ. നിങ്ങൾ അതിൻ്റെ അവകാശി ഹേസാണെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്കൊന്ന് സമർപ്പിക്കുമോ? കർത്താവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ അനുഗ്രഹിക്കുന്ന ഓർത്ത് സ്തോത്രം. അവരുടെ ജീവിതത്തിലൊരു വലിയൊരു മിറക്കിള്, ഒരു വലിയ റിലീസ് ഈ ദിവസങ്ങൾ കാണട്ടെ, ഒരു ബ്രേക്ക് ത്രൂ, ഒരു മുന്നേറ്റം കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. നിങ്ങൾക്കിത് വലിയ അനുഗ്രഹമായി എന്ന് വിചാരിക്കുന്നു. ഇനിയുണ്ട് പറയാനായിട്ട്. നമ്മുടെ റിസ്റ്റോറേഷൻ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ റിസ്റ്റോർ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫസ്റ്റ് സൺഡേ മീറ്റിംഗ് വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നിങ്ങളുടെ പേര് തന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നാൽ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ, സൂം വഴിയുള്ള മീറ്റിങ്ങിൽ ഒരുപാട് ഡെലിവറൻസ് ഉണ്ട്, പലരും ജോയിൻ ചെയ്യുന്നുണ്ട്, പലരും സന്തോഷിക്കുന്നുണ്ട്, ദൈവവചനമുണ്ട്, അതുപോലെ ഡെലിവറൻസ് പ്രെയർ ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളെ ഡീറ്റെയിൽസ് മീൻസ് നിങ്ങളുടെ ഫോൺ നമ്പർ തന്നാൽ അതിൽ ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കണം. നോർത്ത് ഇന്ത്യ മിഷൻ, അതിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഈ വരുന്ന മാസങ്ങളിലെ പല സെമിനാറുകൾ, പല പാസ്റ്റേഴ്സ് മീറ്റിങ്ങുകളൊക്കെ അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർമാനമായി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാനായി ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.